ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ നമ്മൾ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉടമ്പടി ഒരു പുതിയ വിഷയമാണ്. അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണത്? കാര്യം എൻ്റെ ഒരു 40 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ സഭയിൽ നിലവിലുള്ള വ്യത്യസ്തങ്ങളായ ആധ്യാത്മിക പരിചരണങ്ങൾ നമ്മൾ പരിശീലിക്കുകയും അതുപോലെ തന്നെ അത് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നൊവേനകളുണ്ട്, കരിസ്മാറ്റിക് ധ്യാനങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള. പക്ഷേ നമ്മൾ ദിവസവും സാക്ഷ്യങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഇപ്പോഴും നിലവിലുള്ള എല്ലാവിധ ആധ്യാത്മിക പദ്ധതികളേക്കാൾ നിലവാരമുള്ളതും പെട്ടെന്നുള്ളതും സർവജനീനമായിട്ടുള്ള ദൈവാനുഭവമാണ് ഉടമ്പടിയിൽ വരുന്നത്. സർവജനീനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, ആരെല്ലാം ദൈവമായിട്ട് ഉടമ്പടി വിഹിതമായ ഒരു ജീവിതക്രമം പാലിച്ച് മുന്നോട്ട് പോകുന്നുവോ സത്യസന്ധനായ ദൈവം അവരോടെല്ലാം പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്വപ്നകുമാർ എന്ന് പറഞ്ഞ ഒരു മകൻ ഇന്നലെ സാക്ഷ്യം പറഞ്ഞു. സ്വപ്നകുമാറിന് നാവിൽ ക്യാൻസറാണ്. അപ്പോൾ ആദ്യം അത് കുറച്ച് ഡോക്ടർ ബയോപ്സിയൊക്കെ കഴിഞ്ഞിട്ട് ക്യാൻസറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അറുത്ത് കളഞ്ഞു. അപ്പോൾ ഇനി അത് കയറി പിടിക്കുമോ എന്ന് അറിയാൻ വേണ്ടി അയാൾക്ക് പേടിയാണ്. അതോട്ട് ഇനിയും ക്യാൻസർ ഉള്ളിലോട്ട് കയറുമോ, ഇനിയും 6 മാസം കഴിയുമ്പോൾ ബാക്കിയുള്ള നാക്കും മുറിച്ച് കളയേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുള്ളിക്ക് സങ്കടപ്പെട്ടാണെങ്കിൽ. അപ്പോൾ എന്നിട്ട് അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ ചേർത്ത് നാക്കിൽ പുരട്ടി അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്. അപ്പോൾ പിന്നീട് ബയോപ്സി എടുത്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ അംശങ്ങൾ പോലും ഇല്ല. അയാൾക്ക് എന്തെങ്കിലും ധൈര്യമായി. പക്ഷേ അത് പറയാനല്ല ഞാൻ പറയണത്. സ്വപ്നകുമാർ അവസാനം പറഞ്ഞ് വെക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, ഇപ്പം ഞാൻ 5 രോഗികളെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ദൈവം പെട്ടെന്ന് എന്നെ ഇങ്ങനെ സഹായിക്കാൻ കാരണം ഞാൻ ഈ രോഗമായിരിക്കുന്ന സമയത്ത് ഉടമ്പടി എടുത്തതിന് ശേഷവും എൻ്റെ അധ്വാനത്തിൽ തുച്ഛമായ ഒരു അന്നന്ന് ജോലി എടുക്കുന്ന ആളാണ്. അതിൽ നിന്ന് ഉള്ള മിച്ചം പിടിച്ചിട്ടാണ് മറ്റ് സഹരോഗികളെ ആശുപത്രിയുള്ളവരെ സഹായിക്കുന്നത്. അങ്ങനെ സഹായിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ദൈവം ആ ഉടമ്പടി സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താ? നമ്മുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് എൻ്റെ റിസ്ക്. ഉടമ്പടിയിൽ ഒരു റിസ്ക്കേ ഉള്ളൂ. അത് നമ്മുടെ ഉടമ്പടി നമ്മൾ ദൈവത്തോട് എടുത്തിരിക്കുന്ന ഈ ബയലാറ്ററൽ ഉഭയകക്ഷി എഗ്രിമെൻ്റ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം. അതൊരു വല്ലാത്ത കടമ്പയാണ്. അതായത് എനിക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇന്നലെയൊക്കെ 820 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ആളെ കൂടുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരുന്നതിലും സന്തോഷമേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ ഉടനെ ഒരു ദുഃഖം ഉണ്ടാവും. കാര്യം കഥ അറിഞ്ഞിട്ടാണ് ഈ ആട്ടം കാണുന്നതെന്ന്. ഓരോരുത്തർക്കും ഓരോ കാര്യം ഇങ്ങനെ അവർക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധി തോന്നി കമ്പം കയറി വന്ന് ഉടമ്പടി എടുക്കും. എന്നിട്ട് ഈ ഉടമ്പടിയോട് എങ്ങനെയാണ് ടെക്നിക്കൽ ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നേർച്ച വസ്തുക്കളൊക്കെ സാങ്കേതികമായിട്ട് ഉപയോഗിക്കും.
ഈ സാങ്കേതികമായിട്ട് ഉപയോഗിച്ചാൽ നേർച്ച വസ്തുക്കൾ വർക്കൗട്ട് ചെയ്യത്തില്ല. നേർച്ച വസ്തുക്കളിലേക്ക് വരേണ്ടത് എന്താണ്? അതൊരു നേർച്ച വസ്തുക്കൾ ആസച്ച് അതൊരു മീഡിയം മാത്രമാണ്. അതെപ്പോഴും നമ്മൾ ടെക്നിക്ക് അറിയണം. നേർച്ച വസ്തു എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ബൈബിൾ അംഗീകരിച്ചിട്ടുള്ള, ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള. കൃപാസനം പുതിയ നേർച്ച വസ്തുക്കളൊന്നും ഇറങ്ങിയിട്ടില്ല. ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള നേർച്ച വസ്തുക്കളാണ് ജന്മാന്തരങ്ങളിലൂടെ ദൈവജനത്തിന് സൗഖ്യവും ശക്തിയും കൊടുക്കാൻ വേണ്ടി ദൈവം തൻ്റെ ജനവുമായിട്ടുള്ള യാത്രയിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഉപ്പ്, അതുപോലെ തന്നെ തൈലം. അതെല്ലാം ദൈവം ഉപയോഗിച്ചതാണ്. ദൈവം ഉപയോഗിച്ച ആ നേർച്ച വസ്തുക്കളെ ആർക്ക് വേണമെങ്കിലും ദൈവനാമത്തിൽ ഉപയോഗിക്കാം. പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവനാമത്തിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അതറിഞ്ഞിരുന്ന നേർച്ച വസ്തുക്കൾ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും. ദൈവനാമത്തിലാണ് എല്ലാം ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ക്രിസ്ത്യൻ പറയാനെല്ലാം പോണത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ഇതെല്ലാം ബ്ലെസ് ചെയ്തിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നിങ്ങളത് ഉപയോഗിക്കണം ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. പക്ഷെ ദൈവനാമത്തിൽ ഒരു ഉപയോഗിക്കുമ്പോൾ അതിന് വരുന്ന ഒരു റിസ്ക് ഉണ്ട്. ഉടമ്പടിക്കുള്ള റിസ്ക് പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ദൈവത്തിനത് സത്യസന്ധമായിട്ട് തോന്നണം. അതാണ് ഉടമ്പടി റിസ്ക്. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ റിസ്ക് ഉണ്ട്. നമ്മൾ ദൈവനാമത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്, വിശ്വാസപ്രമാണം ശരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സാങ്കേതികമായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ചിലർക്ക് വർക്ക് ചെയ്യും, ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദൈവനാമത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾ, ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ദൈവനാമത്തിലൊരു വസ്തു ഉപയോഗിക്കുമ്പോൾ അവിടെ വിശ്വാസം മാത്രം പോരാ, പിന്നെന്ത് വേണം? സ്നേഹം, ദൈവത്തോട് സ്നേഹം കൂടി വേണം. അത് സ്നേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ, അത് ഇൻറ്റിമസിയുടെ ഭാഗമാണ്. ഞാനിന്ന് കൊച്ചച്ഛനോട് സംസാരിക്കുകയായിരുന്നു. അതായത് പലപ്പോഴും പള്ളി പ്രസംഗങ്ങളിൽ വരുന്നൊരു പ്രത്യേകത, അതൊരു നോളജ് ട്രാൻസ്ഫറിങ് ആയിട്ടാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക. പക്ഷേ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ചില അറിവുകൾ നമുക്ക് അനുഭവവേദ്യമാകാത്തതിൻ്റെ കാരണം അതിൻ്റെ അഭിഷേകത്തല നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ജീവനെന്ന് പറയുന്നത് അതിൻ്റെ അഭിഷേകമാണ്. അഭിഷേകമില്ലാത്ത അറിവുകൾ സാങ്കേതിക ജ്ഞാനമാണ്, വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ, ഞങ്ങൾ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് തരുന്ന ഫോർമുലയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവമായിട്ടൊരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. അതിനാണ് ചൊവ്വാഴ്ച ധ്യാനം വെച്ചിരിക്കുന്നത്. മനസ്സിലായ? ഇപ്പം നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുന്നു. ഇപ്പോൾ സ്വപ്നകുമാറിന് എന്താ പറഞ്ഞിരിക്കുന്നത്? അവസാനം പറഞ്ഞ സാക്ഷ്യം നിർത്തിയത് എന്താണ്? ഞാനിപ്പോൾ ആരോഗ്യമുണ്ട്, ഞാൻ 1 മാസം പണിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് 5 രോഗികളെ ശുശ്രൂഷിക്കാനുണ്ട്. അതാണ് വിഷയം. നേരത്തെ അദ്ദേഹത്തിന് രോഗിയായിരുന്ന കാലത്ത് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു. ഇപ്പോഴദ്ദേഹം എന്താ പറയണത്? ഇപ്പം എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ 5 രോഗികളെ കണ്ടുവച്ചിട്ടുണ്ടെന്നാണ്. എന്തിനാണ്? അവരെ ശുശ്രൂഷിക്കാൻ. പണം കൊടുത്ത്, ഇല്ലാത്ത ഒരു കൂലിപ്പണിക്കാരനാണ്, അവന് കിട്ടിയതിൽ നിന്ന് ആണ് അവൻ കൊടുക്കേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സ്വപ്നകുമാർ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ക്രിസ്ത്യാനി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അർത്ഥയ്ക്കുപ്പതേക്കാതെ ഇപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ കാണ്ടാമൃഗങ്ങൾ ഈ പേര് സൂക്ഷിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് ജീവിക്കുന്നുണ്ട്. ഇതിനത് വല്ല വിഷയം എന്ന് പറഞ്ഞത് യു ആർ ക്രിസ്ത്യൻ ഓർ നോട്ട്, അതൊന്നും ദൈവത്തിനൊരു ഉടമ്പടി പ്രശ്നമല്ല. ഉടമ്പടിയിലെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആരാണ് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണത്. അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ ക്യാൻസറായിട്ട് കിടന്നിട്ടും പിന്നെയും പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ട തൻ്റെ കയ്യിലുള്ള പങ്കുവെക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹം കൊണ്ടാണ്. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് കാലാകാലങ്ങളിൽ തുടരണമെന്ന് ക്രിസ്തു ഉദ്ദേശിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞ് നിർത്തിയത്? പഴയ നിയമ വെളിപാടുകളിലെല്ലാം ദൈവം കാർക്കശ്യക്കാരനാണ്.
തിന്മകളുടെ വഴികളിൽ പോകുന്നവരെ ശിക്ഷിക്കുകയും അതേ തന്നെ ശാസിക്കുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ റാത്തായിട്ട് വർക്കൗട്ട് ചെയ്യും, ക്രോധമായിട്ട്. എന്നിട്ട് ഈ റാത്ത് തന്നെയാണ് പുതിയ നിയമത്തിൽ ദൈവം കരുണയായിട്ട് മാറ്റണത്. എന്നിട്ട് കർത്താവിൻ്റെ കഥകളിലെല്ലാം ഈ ആന്തരികമായ ചൈതന്യം എന്ന് പറയുന്നത് കരുണയാണ്. ഈ കരുണ എന്ന് പറയണത് നല്ല സമരിയക്കാരൻ്റെ കഥയിൽ അവസാനിക്കാനുള്ളതല്ല. വ്യക്തിജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു നിയമജ്ഞനോട് മറുചോദ്യം ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അവൻ പറഞ്ഞു, നിന്നെ എല്ലാത്തിനും ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ നിയമജ്ഞൻ തിരിച്ചു പറഞ്ഞു, ഞാനിതെല്ലാം നേരത്തെ ചെയ്യുന്നുണ്ട്. അപ്പോഴേ പറഞ്ഞ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു സംശയം തോന്നി. കാര്യം ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ചിലർക്ക് അയൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ്. അവിടെയാണല്ല പ്രശ്നം. കർത്താവ് അത് തിരുത്തലുണ്ട്. ചിലർക്ക് അയൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ, അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മധ്യപൂർവ്വ ദേശങ്ങളിലും യഹൂദനായാലും അല്ലാത്തവർക്കായാലും അവരുടെ ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അയൽക്കാർ, സ്നേഹിതരെന്നൊക്കെ പറഞ്ഞത് അവരുടെ വർഗത്തിലും കുടുംബത്തിലും പെട്ട ആൾക്കാരാണ്. ഇതുകൊണ്ടാണ് കർത്താവ് സമരിയക്കാരനെ പുറത്തുനിന്ന് കൊണ്ടുവന്നത്. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, അവനെ പരിക്ഷീണനാക്കി എന്ന് പറഞ്ഞപ്പോൾ അവന് വഴിവെക്കിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ അവിടെ കൂടി കടന്നു പോകുന്ന 2 പേര് പറയുന്നുണ്ട്. ഒന്ന് പുരോഹിതൻ, അത് അവരുടെ കൂട്ടത്തിലുള്ള ആളാണ്. ഒന്ന് ലെവയൻ, അതും അൾത്താർ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോഴേ അയൽക്കാരനെ വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിൽ പുരോഹിതൻ അയൽക്കാരനാക്കാം, വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിൽ ലെവയാന അയൽക്കാരനാക്കാം. അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പ്രശ്നം. അതായത് സമരക്കാരുമാണ് യഹൂദരും തമ്മിൽ 400 കൊല്ലത്തെ ശത്രുതയുണ്ട്. ഈ വർഗശത്രുത ഉള്ള ആൾക്കാരെ സ്നേഹത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സമരക്കാരനെ ആ കഥയിൽ നല്ല സമരക്കാരനാക്കിയത്. ദാറ്റ് മീൻസ് ആരാണ് അയൽക്കാരനെന്ന് ചോദിച്ചാൽ വർഗശത്രുവിലിരിക്കുന്ന ആളിന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആർക്ക് സഹായിക്കാൻ കഴിയും, അയാൾ അയൽക്കാരൻ. കാര്യം ഇത് ദൈവിക പ്രബോധനമാണ്, മാനുഷിക പ്രബോധനമല്ല. ബൈബിളിൻ്റെ പ്രത്യേകത അതാണ്. മനുഷ്യന്മാരത് ചെയ്യുവോ ചെയ്യാതിരിക്കുവോ, അത് പ്രായോഗികമാണോ പ്രാക്ടിക്കലാണോ അല്ലയോ എന്നല്ല ബൈബിൾ നോക്കണത്. ബൈബിൾ നോക്കണത് ആ വിഷയം സത്യമാണോ എന്നാണ് നോക്കണത്, ദൈവികമാണോ. ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവികമാകണം, അല്ല മാനുഷികമല്ല. മാനുഷികമാണ് വചനം എന്നുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിലുള്ളവരെ സഹായിച്ചാൽ മതി. കർത്താവിൻ്റെ വചനം ദൈവികമായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവമാണ് വചനത്തിനുള്ളത്. അതുകൊണ്ടാണ് വർഗശത്രുവിനെ അയൽക്കാരനാക്കിയത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്യുക വഴി അങ്ങയുടെ മനസ്സിന് അനുപേക്ഷണീയമായി ദൈവിക നിലവാരമുള്ള സ്വഭാവ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ. എല്ലാവരെയും അയൽക്കാരായി സ്നേഹിക്കുവാൻ ഈശോയെ ആരാധനയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോഴേ സ്വപ്നകുമാരൻ പറയണത്, ഞാൻ ഇനി 5 രോഗികളെ കൂടി ശുശ്രൂഷിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും പരസ്നേഹവും വർദ്ധിച്ചു. അപ്പോൾ എൻ്റെ അർത്ഥം ദൈവ പൈതലായി. ശുശ്രൂഷയും പരസ്നേഹവും ഒരു വ്യക്തിയെ വർദ്ധിച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ആ വ്യക്തി സ്വാംശീകരിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരു വ്യക്തി സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവ പൈതലായി മാറി.
ദൈവ പൈതലെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ദൈവത്തിന്റെ വചനം ചെയ്യാൻ റിസ്ക് ആണെങ്കിലും അത് ചെയ്യുവാൻ റിസ്ക് ആണെങ്കിലും ദൈവസ്നേഹത്തോടെ ഏറ്റെടുത്ത് നിവൃത്തിയാക്കി ദൈവ പൈതലായി ഉടമ്പടിയിലൂടെ എന്നെ ഉയർത്തുന്നതിന് ഞാൻ എനിക്ക് നന്ദി പറയുന്നു. എന്നെ കൃപയിൽ നിലനിർത്തണമേ, എന്നെ കൃപയിൽ നിലനിർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് 40 വർഷത്തെ വളർച്ചയാണ് 4 ദിവസം കൊണ്ടുണ്ടാകുന്നത്. അതാണ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടി വ്യത്യസ്തമായിരിക്കുന്നത്. ആർക്കതിൻ്റെ അകത്ത് സത്യാപ നിൻ്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിക്കണം. അതേ ഉള്ള റിസ്ക്. ഉടമ്പടി ആകെപ്പാടുള്ള സിമ്പിൾ റിസ്ക്കേ ഉള്ളൂ. നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തിന് തോന്നണം. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇവിടുത്തെ അത് ഒരേ സമയത്തിന് സിമ്പിളാണ്, അതേസമയം തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്. കാര്യം എന്താണ്? നമ്മുടെ സത്യസന്ധത ദൈവത്തെ തോന്നിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതാണ് വിഷയം. നമ്മുടെ സത്യസന്ധത ദൈവത്തിന്. നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, നീതു ചെന്നിത്തല. ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണത്. എങ്കിലും ഞാനിപ്പോൾ അത് ഓർക്കാൻ കാര്യം ഈ സബ്ജക്റ്റ് വൈസാണ് ഓർക്കുന്നത്. നീതു വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആളാണ്. പക്ഷേ നീതു എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയത്? നീതു ഉടമ്പടി എടുത്തപ്പോൾ തന്നെ പ്രഗ്നൻ്റായി. വർഷങ്ങളായിട്ട് മക്കൾ 3 അബോർഷൻ കഴിഞ്ഞ ആളാണ്. ആ കുഞ്ഞിനെ പ്രസവിച്ചവർക്ക് കിട്ടുകയും ചെയ്ത്. എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ. ഇപ്പം കഴിഞ്ഞ ദിവസം വേറൊരു സാക്ഷി ഇവിടെ വന്നേ, ഈ ദിവസങ്ങൾ പറഞ്ഞതാണ്. അതായത് നോബി വിനോദ് സാക്ഷി. നോബി വിനോദിന് 9 കൊല്ലമായിട്ട് മക്കളില്ല. 9 കൊല്ലമായിട്ട് 9 കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആൾ വന്ധ്യയാണെന്ന് എൻ്റെ അർത്ഥം. 9 കൊല്ലമല്ലേ, 1-2 കൊല്ലമല്ലല്ലോ. 9 കൊല്ലമാകുമ്പോൾ ഒരു മനുഷ്യൻ മലയാളത്തിലാണെങ്കിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യും അല്ലേ? 9 കൊല്ലമായിട്ട് 5 കൊല്ലം കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സംഗതി അപകട മേഖലയിലാണ് അവരെന്ന് അറിയാൻ പറ്റും. ചിലർക്ക് 3 കൊല്ലം ആകുമ്പോൾ തന്നെ മനസ്സിലാവും മക്കളുണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഇത് 9 കൊല്ലമായി. 9 കൊല്ലമായിട്ട് ഉടമ്പടി നീതു വിനോദ് ഉടമ്പടി എടുത്തിട്ട് 9ാമത്തെ കൊല്ലം ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ ഞാൻ ഇവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളോട് പറയുന്ന വാക്കുണ്ട്. എന്താ പറയണത്? നീ അടുത്ത 90 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും, അത് ആൺകുഞ്ഞായിരിക്കും. നമ്മൾ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടതാ. ഇത് ഈ 9 കൊല്ലമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ അവിടെ ശിരസ് കൈവെക്കുമ്പോൾ കർത്താവ് ഒരു ജ്ഞാനവരം തരും. എന്താണ്? നീ അടുത്ത 90 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും, പിന്നെന്താണ്? കുട്ടി ആൺകുഞ്ഞായിരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ പറയണത്? അപ്പോൾ നിങ്ങളെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ആൾ ദൈവമാണെന്ന് പറയുകയല്ല. ആ സാക്ഷ്യത്തിൻ്റെ പോക്കെന്ന് പറയണത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് നടക്കണ കാര്യങ്ങളാണ്. ഇതുതന്നെയല്ലേ മംഗളവാർത്ത അമ്മയോട് പറഞ്ഞത്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ഇവിടെ ഇപ്പം മാലാഖയൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അതിന് പകരം പരിശുദ്ധാത്മാവാണ് നിൽക്കുന്നത്. മാലാഖയ്ക്ക് പകരം ഈ കാലങ്ങളിൽ നിൽക്കുന്നത് ആരാണ്? മാതാവാണ്. നമ്മുടെ മരിയൻ സന്ദേശമല്ലേ, മരിയൻ ശുശ്രൂഷയല്ലേ. അപ്പോൾ പണ്ടത്തെ കാലത്ത് മാലാഖയെ വിട്ടതിന് പകരം ഇന്നും എല്ലാ കാലങ്ങളിലും ലൂർദിലായാലും ഫാത്തിമയിലായാലും കൃപാസനത്തിലായാലും വേറെ സ്ഥലത്ത് എവിടെയായാലും അമ്മയാണ് ആ സ്ഥാനം എടുക്കുന്നത്. കാരണം മനുഷ്യരാശിയുടെ പ്രതിനിധി എന്ന നിലയിൽ. അപ്പോൾ അമ്മയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ഒരു മോൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് പറയും. അപ്പം തന്നെ 9 വർഷം അപ്പം തന്നെ അവളെ പറഞ്ഞത് എന്താണ്? നീതെന്താ പറയണത്? 3 മാസമായി എന്നോ പറഞ്ഞു, 90 ദിവസം. അപ്പോൾ ഞാൻ 89ാമത്തെ ദിവസം പോയി ടെസ്റ്റ് ചെയ്ത്, അപ്പോൾ ഞാൻ പ്രഗ്നൻ്റാണ്. പ്രൈസ് ദി ലോർഡ്. 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ അത് ഈ അൾത്താരയിൽ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് ആൺകുഞ്ഞാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വല്ല സ്കാൻ ചെയ്തിട്ട് പറയണതാണ്? അല്ല, സ്കാൻ ചെയ്തിട്ട് പറയണതല്ല. അതായത് ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വയറ്റിൽ കുഞ്ഞ് വേണ്ടേ? ഇത് വയറ്റിൽ കുഞ്ഞില്ലല്ലോ.
ഇല്ലാതല്ലേ ഒരാളെ കാണുമ്പോൾ തന്നെ പറയണത് എന്താ? അതൊരു ആധ്യാത്മികമായ സ്കാനിങ്, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയണത്. അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും ദൈവം നേരിട്ട് ഇടപെടുകയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു റിസ്ക് എന്താണ്? ഈ നിങ്ങളീ പൊട്ടക്കണൻ്റെ മാവിട്ട് അറിയണ പോലെ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അംബിഗസ് ആയിട്ട് ഈ ഉടമ്പടിയെ എടുക്കരുത്. ഉടമ്പടിയെ ഷാർപ്പായിട്ട്. എന്തുകൊണ്ടാണ് സ്വപ്നകുമാരൻ ക്യാൻസറായി കിടക്കുമ്പോഴും ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് സൽപ്രവൃത്തികൾ ചെയ്യണത്? അയാൾക്ക് ബോധ്യമുണ്ട് എന്താണ് എന്നെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന്. അത് ബോധ്യമുണ്ട്. അപ്പോൾ ആ ബോധ്യം, ആന്തരിക ബോധ്യം ആര് കൊടുത്തതാണ്? ദൈവം കൊടുക്കണ ബോധ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിലൊന്നാണ് ബോധ്യം. അറിവിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അറിവ്, അനുഭവം, ബോധ്യം, സാക്ഷ്യം, വേദസാക്ഷ്യം, രക്തസാക്ഷ്യം, അങ്ങനെ പോകണം. എൻ്റെ ജനറേ അതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആത്മാവിൽ പൂരിതമായപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി കർത്താവിനെ സുഖപ്പെടുത്തും. കർത്താവിനെ സുഖപ്പെടുത്തുമെന്ന് നമുക്ക് തോന്നണതിന് രണ്ട് കാര്യങ്ങൾ മതി. ഒന്ന് സത്യസന്ധത, മറ്റൊന്ന് ദൈവസ്നേഹം. ഈ സത്യസന്ധതയും ദൈവസ്നേഹവും നമുക്കുണ്ടെങ്കിൽ പല ആൾക്കാർക്കും സംഭവിക്കണമെന്ന് അറിയാം, സത്യസന്ധത ഉണ്ടാകത്തില്ല. ഇപ്പം ചില ആൾക്കാർക്ക് കൃപാസനത്തിൻ്റെ പത്രമൊക്കെ നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കണക്ക് പത്രം കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മനുഷ്യൻ അത് ഇവിടെ വെച്ചിട്ട് പോയെന്നാണ്. ചിലപ്പോൾ അറിഞ്ഞ് വെച്ചിട്ട് പോകാം, ചിലപ്പോൾ അറിയാതെ വെച്ചിട്ട് പോകാം. ദാറ്റ് മീൻസ് അറിയാതെ വെച്ചിട്ട് പോയാലും അറിഞ്ഞ് വെച്ചിട്ട് പോയാലും ദൈവം ആ മനുഷ്യനെ നോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് അയാൾക്ക് ബോധ്യമില്ല. അങ്ങനെ ബോധ്യമില്ലാതെ ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ലാഗ് ചെയ്യും, പത്രം കൊടുക്കാൻ ലാഗ് ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ പത്രം എന്ന് പറയുന്നത് എന്താണ്? അതായത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ? പാടാണ്. അപ്പോൾ അതിന് ചാതുര്യമില്ല, ആൾക്കാർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകത്തില്ലേ? ഒരു ചിന്ത പേപ്പറൊക്കെയാണ് ആൾക്കാർക്ക് കിട്ടണത്, ഒരു കഷ്ണം പേപ്പർ. മിനി രാജൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ട്രാൻസ്പോർട്ട് ബസ്സിൽ ചവിട്ടിക്കൂട്ടിയ ഒരു കഷ്ണമാണ് കിട്ടിയത്. അതിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെ 3 സാക്ഷ്യം എൻ്റെ തൊണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ ദൈവം എന്നെ തൊട്ട്. പിന്നെ മിനിരാജിൻ്റെ ജീവിതം അങ്ങോട്ട് മാറണ മാറ്റം കണ്ടില്ലേ? ഒരു തുണ്ട് കൃപാസനം പത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അനുഭവിച്ച പല വിഷയങ്ങളെ ചെയ്യണത്. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഈ കൃപാസനം അത് ഈ പത്രം കൊടുക്കുന്നതിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഇരിക്കുന്നത്. കാരണം ചമ്മല് ആൾക്കാർക്ക് കൊടുക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് റിസ്ക് തന്നെയാണ്, എൻ്റെ സംശയമില്ല. ഇനി നിങ്ങൾ ചില ആൾക്കാർ കൊടുക്കണ പോലെ കൊടുത്താൽ അത് വർക്കൗട്ടും ചെയ്യത്തില്ല. നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളൊരു ദാഹം ഉണ്ടാകണം. ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞുനാൾ മുതലേ എനിക്ക് ദാഹം ഉണ്ടായിരുന്നു. അതായത് ഈശോനെ അറിയാത്തവരെ അറിയിക്കണം. അത് ദൈവസ്നേഹമാണ്, ഒരു ദൈവസ്നേഹ പ്രവൃത്തിയാണ്. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ തിളച്ചോണ്ട്, ദൈവസ്നേഹത്തിൽ തിളച്ചോണ്ട് ആണ് കർത്താവേ നിന്നെ ഈ പത്രം, എൻ്റെ ഒരു പത്രം കൊടുത്ത് ഈ പത്രം 10 പേര് വായിക്കാതെ ഇത് കയറിപ്പോകാൻ ഇടവരുത്തല്ലേ. അങ്ങനെയൊക്കെയാണ് ദൈവസ്നേഹമുള്ളവർ പ്രാർത്ഥിക്കേണ്ടത്. അല്ല ഇത് ആർക്ക് കൊടുക്കാനാണ്? ആൾക്കാർ കാണുമല്ലോ, ഞാൻ എന്ത് പറയാം, അവർക്ക് ചമ്മലാണല്ല, ആൾക്കാർ പോയിട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഇതാണ് വിഷയം. അപ്പം തന്നെ ഓർക്കുക, ഉടമ്പടി അവിടെ ബ്രേക്കായി. എന്താ കാര്യം? ഉടമ്പടി എടുക്കാനുള്ള ആവതില്ല. ഉടമ്പടി ഏറ്റവും വലിയ എബിലിറ്റി എന്ന കപ്പാസിറ്റി നമ്മുടെ ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം അത് ദൈവസ്നേഹം ഈശോയോടുള്ള ആന്തരികമായ സ്നേഹമാണ്. നിങ്ങൾക്ക് ആന്തരികമായ സ്നേഹം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇത് കൊടുക്കുമ്പോൾ കർത്താവേ ഞാനിത് കൊടുക്കുകയും ഇതനുസരിച്ച് എനിക്ക് നിന്നോട് ആന്തരികമായ സ്നേഹം വർദ്ധിപ്പിക്കണം. പ്രാർത്ഥിച്ച് കർത്താവേ ഞാൻ ഉടമ്പടി നിവർത്തിക്കുക വഴി അങ്ങയോടുള്ള സ്നേഹത്താൽ എന്നെ ഉയർത്തണമേ. കാലങ്ങളിലെ ഈ തലമുറയ്ക്ക് അങ്ങേ കൈമാറ്റി കൊടുക്കുവാൻ എന്നെ ഉപകരണമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ നീ എന്നെ സുവിശേഷത്തിന്റെ ഉപകരണമാക്കണമേ. പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം
നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ മുന്നറിവിനെക്കുറിച്ച്. ഇതാണ് റിസ്ക് എന്ന് പറയണത്. നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ്? ഉടമ്പടിയുടെ റിസ്ക്. അത് സാഹസികത. ഇതിൻ്റെ പിന്നിലുള്ള നമ്മൾക്ക് വരുന്ന സാഹസികത. അതിനകത്ത് വരുന്നത് എന്താണ്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കറക്റ്റ് റിപ്പോർട്ട് കയ്യിൽ കിട്ടും. നിങ്ങളത് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ഇപ്പം സങ്കീർത്തനം 139:2 വചനം 2. സങ്കീർത്തനം 139 വചനം 2. ഞാൻ ഇരിക്കുന്നതും പറഞ്ഞേ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഈ വിചാരമാണ് പ്രോബ്ലം. സങ്കീർത്തനം 139:2 പറഞ്ഞ എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, പത്രം, അതിനോട് ബന്ധപ്പെട്ട പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാകുമല്ലോ, ഇല്ലേ? നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും. എന്താ വിചാരം? ഇത് കൊടുത്ത് നോക്കാം, വെക്കട്ടെ. ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ വിചാരം. കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒക്കെ. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ആഴമായ വിശ്വാസമില്ല. ഒരു അഴകുഴമ്പനായിട്ടുള്ള ഒരു അറിവാണ് ഇതിനെക്കുറിച്ച് ഉള്ളത്. ഇതാണ് വിചാരം. ഈ വിചാരം ഉള്ളത് കൊണ്ട്, ഈ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് വിശ്വാസത്തിൻ്റെ തന്നെ വേറെ ഒരു ആന്തരിക രൂപമാണ്. വിശ്വാസം സ്പെൽ ഔട്ട് ചെയ്യണതാണ്, പക്ഷെ അത് രൂപപ്പെട്ട് വരുന്നത് വിചാരമായിട്ടാണ്. വിശ്വാസം രൂപപ്പെട്ട് വരണത് ഇപ്പം പുഷ്പം എന്ന് പറയുന്നത് ആദ്യം നമ്മൊരു മൊട്ടായിട്ടല്ലേ വരുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ വിശ്വാസം ഒരു പൂവാണെങ്കിൽ മൊട്ട എന്താണ്? വിചാരമാണ്. അപ്പോൾ മൊട്ട എന്താണെന്ന് നോക്കണം ആദ്യം. ഈ വിചാരത്തിൽ ആണ് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വിധിയും വിചാരവുമായിട്ട് വരും. നിങ്ങളുടെ വിചാരം പൊട്ടയാണെങ്കിൽ അപ്പം തന്നെ വിധിയായി, ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങളുടെ വിചാരം കറക്റ്റാണ് എങ്കിൽ നമുക്ക് ഇത് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോട് അടുക്കാനും ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണിത്. ഇപ്പം ചിലക്ക് വന്ന് സാക്ഷ്യം പറയുന്നത്, ദൈവമേ, എന്നെ ആദ്യമായി ഈ പുണ്യഭൂമിയിലേക്ക് വിളിച്ച ദൈവത്തിന് നന്ദി പറയണം എന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. കേൾക്കട്ടെ, എത്ര പേരാ പറയണത്? അപ്പോൾ അവർക്ക് ആ ഒരു വിചാരമുണ്ട്. എന്താണ്? ഒരു പുണ്യഭൂമിയാണ്, ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അതൊരു വിചാരമാണ്. അതുകൊണ്ട് തന്നെയാണ് വിചാരങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കേണ്ടി വരും. ഉടമ്പടി എടുക്കുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും വിചാരം വിശുദ്ധീകരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ ആന്തരിക വിചാരങ്ങളെ വിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. പ്രഭാഷണം 17:19. ശ്രുതികട ഹല്ലേലൂയ. പ്രഭാഷണം 17:19. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ഉടമ്പടിയിൽ എന്ത് ചെയ്യും? എങ്ങനെ ചെയ്യും? എന്തുകൊണ്ട് ചെയ്യും? ഇതെല്ലാം അവിടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് പറ്റിക്കലൊന്നും നടക്കത്തില്ലെന്നർത്ഥം. പറ്റിക്കലൊന്നും നടക്കത്തില്ല. പിന്നെ എങ്ങനെ ഒപ്പിച്ചുണ്ടാക്കാൻ പറ്റത്തില്ല. ആത്മാർത്ഥതയില്ലാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. ഉടമ്പടി ഈ സ്നേഹവും അതേസമയം തന്നെ അതിനകത്തുള്ളതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകളോട് ആത്മാർത്ഥതയോടെ പെരുമാറാൻ പ്രതികരിക്കാനും എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രഭാഷകം 39:19
19. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രഭാഷകൻ 39:19. മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് പറഞ്ഞേ, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഇതൊരു സീരീസ് ഓഫ് വേർഡ് ഓഫ് ഗോഡ് ആണ്. ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള കുറേ വചനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തിനാ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് ഉടമ്പടിക്ക് അനുഭവത്തിന് സ്പീഡില്ല. അതാണ് പറയാൻ കാരണം. ചിലർക്ക് സ്പീഡ് കുറയും. ഇങ്ങനെ ഇത്രയും ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ്, ആത്മീയ പദ്ധതിയാണ്. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം. പക്ഷേ ദൈവസ്നേഹത്തിന് പകരം എന്താ പറ്റിയിരിക്കണമെന്ന് ചോദിച്ചാൽ, വസ്തുസ്നേഹമോ വിഷയസ്നേഹമോ ആണ് വരണത്. അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണതാണ്. വസ്തുസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം വസ്തു വിൽക്കണില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം പരീക്ഷ ജയിക്കണം എന്ന് വിചാരിച്ചോ. അപ്പോൾ ആ പരീക്ഷ ജയിക്കുന്നതിനാണ് ദൈവസ്നേഹത്തെക്കാൾ വലിയ പ്രാധാന്യം. അതാണ് വിഷയം. പരീക്ഷ ജയിക്കുക, അല്ലെങ്കിൽ സ്ഥലം വിറ്റ് മാറ്റുക, അപ്പോൾ വിഷയമായി. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ വിസ വരിക, PR വരിക, ഇങ്ങനെ കുറേ ആൾക്കാർ ഇൻഡക്ഷൻ വെക്കത്തില്ലേ, ഇങ്ങനെയുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരിയേറെ ഉത്കണ്ഠപ്പെടുകയും അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ഉടമ്പടി. നിങ്ങളുടെ വിഷയത്തിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഷയം എന്താണ്? ദൈവമാണ് വിഷയം. മനസ്സിലായില്ലേ? പക്ഷേ ആൾക്കാർക്ക് എന്താ വിഷയം? ഉടമ്പടി എടുത്തു കഴിഞ്ഞാലും അയ്യോ വിസ വന്നില്ല, പോയി കമ്പ്യൂട്ടർ നോക്കും, PR വന്നില്ലല്ലോ, അങ്ങനെ വിളിച്ചു ചോദിക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് വിളിച്ച് നിങ്ങളുടെ ആൾക്കാരൊക്കെ വിളിച്ചു ചോദിക്കണേ, റിസൾട്ട് വന്ന, PR വന്ന, വിസ വന്ന, ഓവർ ലെറ്റർ വന്ന എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ദേ ആർ നോട്ട് ലീസ്റ്റ് കൺസേൺ അബൌട്ട് ദ ഉടമ്പടി. ദേ ആർ കമ്മിറ്റഡ്. അവർ ചെയ്തിട്ടുള്ള കമൻറ്റിനെ കുറിച്ച് അവർക്ക് ബോധമില്ല. അപ്പം നിങ്ങൾക്ക് ഈ വസ്തുക്കൾക്കും വിഷയങ്ങൾക്കും കാണിക്കുന്ന വെബ്രാളവും പരവേശവും ദൈവത്തെ സ്നേഹിക്കാൻ കാണിച്ചാൽ പ്രശ്നം തീർന്ന് പിടികിട്ടിയ. നിങ്ങൾ വിഷയം നേടാൻ വ്യക്തികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന അതേ ഒരു വ്യഗ്രത ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ച വിഷയം ഞാൻ ദൈവത്തിനെ ഏൽപ്പിച്ചു. അത്രയേ ഉള്ളൂ. എൻ്റെ കണ്ണുനീര്, എൻ്റെ ഭാരം, അതെന്ത് തന്നെയായാലും, ഒന്നുമില്ലെങ്കിൽ പൊട്ടന്മാരെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവം ഇടപെട്ടൊരു ആൾക്കാരാണിത്. അത് എനിക്ക് മനസ്സിലാകാം. എന്നോട് ആദ്യമൊക്കെ എൻ്റെ മുതിർന്ന സഭാ ശുശ്രൂഷകർ എന്നോട് പറയും, അച്ഛാ ഇത്രയും സാക്ഷിയൊക്കെ ഒന്ന് ഇരണ്ടാകട്ടോ എന്ന് പറയും. അപ്പോൾ ഇതെന്ത് സാക്ഷ്യത്തിൻ്റെ ധ്യാന കേന്ദ്രമാണെന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് എതിർപ്പൊന്നും പറയത്തില്ല. എൻ്റെ ഒരു സ്വഭാവമാണത്. ചെയ്താലും ചെയ്തില്ലേലും ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കത്തില്ല. കാര്യം അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിൽ ഇടപെടരുതെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അപ്പോൾ സുപ്പീരിയേഴ്സ് എന്നോട് പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ. എന്താ കാര്യം? ഉടമ്പടിക്ക് അത് പുതിയ പദ്ധതിയാണ് ദൈവത്തിൻ്റെ. അതിന് വേണ്ട സ്ഥിരീകരണം എന്താ വേണ്ടത്? സാക്ഷ്യമാണ് വേണ്ടത്. സാക്ഷ്യമല്ലാതെ നമ്മൾ എന്ത് ഉടമ്പടി പറഞ്ഞിട്ടും കാര്യമില്ല. ഇതെന്ത് വർക്കൗട്ട് ചെയ്തതെന്ന് അറിയണം. ഉടമ്പടി കുറച്ച് കാലം പിന്നപ്പെട്ടപ്പോൾ തന്നെ 10,000 സാക്ഷ്യങ്ങളായി. 10,000 സാക്ഷ്യങ്ങളെന്നല്ല പറയേണ്ടത്. ഒരു രോഗസൗഖ്യവും അല്ലെങ്കിൽ മദ്യപാനവും അല്ലെങ്കിൽ ജീവിതം നവീകരണവും എന്നുള്ള മിനിമം ആധ്യാത്മിക അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യനെ അനുഭവിക്കുന്ന, ഈ സൂര്യന് താഴെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെടാൻ പറ്റിയ ഏറ്റവും ലളിതവും സുശക്തവുമായ ഒരു മാർഗമായി ഈ ദിവസങ്ങളിലുള്ളിൽ ഉടമ്പടി ഉയർത്തപ്പെട്ടതിന് ദൈവത്തെ നന്ദി പറഞ്ഞിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി എന്ന വലിയ പദ്ധതി നൽകിയതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഉടമ്പടി